നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളൊരു നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ച് നാം ഓരോരുത്തരും അനുസ്മരിക്കുമ്പോൾ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്ക് വച്ചു കൊടുക്കാം. കർത്താവ് എന്നും നമ്മോട് കരുണ കാണിക്കുന്നവനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പൂർണ്ണമായും ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുന്നവനാണ്. അവൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കുമ്പോൾ ഇന്നേ ദിവസം ലൂക്കാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ദൈവത്തിൻ്റെ വലിയ കരുണയെക്കുറിച്ച് നമുക്ക് അനുസ്മരിക്കാം. ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരി എന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. യേശു അവനോട് പറഞ്ഞു, ശിമിയോനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഗുരു അരുളി ചെയ്താനമെന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തമണ്ണന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ദിനാറ് കടപ്പെട്ടിരുന്നു. വീടാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ. ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ അവൾ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. സ്നേഹമുള്ളവരെ, ഇവിടെ ഫരിസേയൻ്റെയും യേശുവിൻ്റെയും വ്യത്യസ്ത സമീപനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. പ്രത്യേകിച്ച് ഒരു പാപിനിയായ സ്ത്രീയോടുള്ള സമീപനം. പ്രിയമുള്ളവരെ, ആ ഒരു സമീപനത്തിൽ നിന്നുമാണ് ഒരു ഉപമയുടെ ഉദയവും നമുക്ക് കാണുവാൻ സാധിക്കുക. ഒരു ഉത്തമർദ്ദന് 2 കടക്കാരുണ്ടായിരുന്നു എന്ന ഉപമ കർത്താവ് പറയുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. എപ്രകാരമാണ് ഇവിടെ ശിമയോൻ ആ പാപിനിയായ സ്ത്രീയെ നോക്കിക്കാണുന്നത്? ശിമയോനെ സംബന്ധിച്ച് അവൾ പാപിനിയായ വെറും ഒരു സ്ത്രീ മാത്രമാണ്. സമൂഹം മുഴുവൻ അവളെ പാപിനിയായി കണക്കാക്കുന്നു. എല്ലാവരും സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി. അതിനേക്കാൾ ഉപരിയായി അവൾ യാതൊരു പ്രത്യേകതയും ഫരിസേയന് കാണുവാൻ സാധിക്കുന്നില്ല. അതിനാൽ തന്നെ അവൻ യേശുവിൻ്റെ പ്രവാചകൻ എന്ന ഒരു സ്ഥാനത്തെ പോലും സംശയിക്കുന്നതായിട്ടും നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. കാരണം ഇവൾ ഏത് തരക്കാരിയാണെന്ന് ഇവനൊരു പ്രവാചകനാണെങ്കിൽ മനസ്സിലാക്കുമായിരുന്നു. കാരണം സമൂഹം മുഴുവൻ വെറുപ്പോടെ നോക്കിക്കാണുന്ന ഒരു സ്ത്രീ ഇതാ പാദത്തിൽ ഇരുന്നു കൊണ്ട്
അവനെ ശുശ്രൂഷിക്കുന്നു. തീർച്ചയായും ഇത് മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഇത് തിരിച്ചറിയുകയും ഇവളെ തൻ്റെ സമീപത്ത് നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്യുമായിരുന്നു. ആ ഒരു ചിന്താഗതിയാണ് ഇവിടെ ഫരീസേയന് കടന്നു വരുന്നത്. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് അതായിരുന്നില്ല ആ സ്ത്രീയോടുള്ള സമീപനം. അതുതന്നെയാണ് ദൈവത്തിൻ്റെ വലിയ കരുണ അവിടെ അവൻ പ്രകടമാക്കി എന്ന് പറയാൻ കാരണമായി മാറുന്നത്. തീർച്ചയായും ആ സ്ത്രീ യേശുവിനെ കുറിച്ച് ഒത്തിരിയേറെ കേട്ടിട്ടുണ്ടാകാം. യേശു ആരെന്ന് അറിയാനുള്ള ആഗ്രഹം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫരീസേയൻ്റെ ഭവനത്തിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ഓടി അവൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. അവളെ സമീപിച്ച് യേശുവിൽ അവൾ ഒരു പ്രവാചകനെ മാത്രമല്ല കാണുന്നത്, മറിച്ച് തൻ്റെ രക്ഷകനെയാണ് അവൾക്ക് കാണുവാൻ സാധിച്ചത്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ തന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറിയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ അവൾ ആ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഓടി വരിക. തീർച്ചയായും ഇതുപോലെ അപമാന ഭാരങ്ങളുമായി നടക്കുന്ന ഓരോ വ്യക്തിയും ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കാറില്ല. ഏതെങ്കിലും മൂലയിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒന്നായിരിക്കും അവരുടെ ഓരോരുത്തരുടെയും ജീവിതം. എന്നാൽ ഇവിടെ ഈ പാപിനിയായ സ്ത്രീയെ സംബന്ധിച്ച് അവൾ യേശുവിൽ കണ്ടത് തൻ്റെ രക്ഷകനെയാണ്. അതിനാൽ തന്നെ തൻ്റെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളെക്കുറിച്ച് അവൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എങ്ങനെയും അവൻ്റെ അടുക്കൽ ഒന്ന് എത്തിച്ചേരണം. ഒരുപക്ഷേ സക്കേവൂസിൻ്റെ അതേ തീഷ്ണത തന്നെയായിരിക്കണം ഈ മകളുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളെ എല്ലാം തട്ടിമാറ്റിക്കൊണ്ട് അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. യേശുവിൻ്റെ പാദത്തിങ്കിൽ ഇരുന്നു കൊണ്ട് അവൾ തൻ്റെ പാപങ്ങളെ ഓർത്ത് കരയുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ആ സുഗന്ധ തൈലം അവൻ്റെ പാദങ്ങളിൽ പൂശുമ്പോഴും കണ്ണുനീര് കൊണ്ട് അവൻ്റെ കാല് കഴുകുമ്പോഴുമെല്ലാം അവളുടെ പാപമാണ് അവൾ കഴുകിത്തീർത്തത്. അവളുടെ പാപത്തിൻ്റെ ഭാരമാണ് ആ പാദങ്ങളിലേക്ക് അവൾ സമർപ്പിച്ചത്. പ്രിയമുള്ളവരെ, അവിടെയാണ് യേശുവിൻ്റെ സമീപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഫരീസേയൻ അവളിൽ ഒരു പാപിയെ മാത്രം കണ്ടെങ്കിൽ യേശുവിന് അപ്രകാരമുള്ള ഒരു സമീപനമായിരുന്നില്ല. മറിച്ച് ആ മകളുടെ മനസ്സ് വായിക്കുവാൻ യേശുവിന് സാധിക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ പാദത്തിലിരിക്കുന്ന വ്യക്തി ഒരു പാപിയായ വ്യക്തിയല്ല, മറിച്ച് തൻ്റെ പാപങ്ങളെ ഓർത്ത് പൂർണ്ണമായും പശ്ചാത്തപിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് യേശുവിന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അവളുടെ ഹൃദയം എത്രമാത്രം വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമാണെന്ന് തിരിച്ചറിയുവാൻ യേശുവിന് സാധിച്ചു. യേശുവിനെ സംബന്ധിച്ച് അതാണ് അവളിൽ നിന്നും കൂടുതലായി പ്രതീക്ഷിച്ചത്. കാരണം അവൾ വിശ്വാസപൂർവ്വം യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അതുകൊണ്ടാണ് ആ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനം, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്ന് അവളോട് കർത്താവ് പറയാനിടയായത്. പ്രിയമുള്ളവരെ, അവളുടെ വിശ്വാസം എന്തായിരുന്നു? യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നാൽ എനിക്ക് രക്ഷയുണ്ട്. യേശുവിൻ്റെ അടുക്കൽ ഒന്ന് എത്തിച്ചേരാൻ സാധിച്ചാൽ മാത്രം മതി, തീർച്ചയായും എനിക്ക് രക്ഷ ലഭിക്കും എന്ന വിശ്വാസം ആ മകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെയുള്ള മറ്റുള്ളവരെ ഒന്നും ശ്രദ്ധിക്കാതെ അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്. അതും ഒരു വിരുന്നിൻ്റെ വേളയിലാണ് എന്ന് ഓർക്കുക. എല്ലാവരും ആ വിരുന്നിൽ സന്തോഷപൂർവ്വം സമ്മേളിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെയുള്ള ഒരു സ്ത്രീ കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സംസാരം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നമുക്കറിയാം. പക്ഷേ അതൊന്നും അവൾ ഗവനിച്ചില്ല. അവളുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു, തൻ്റെ രക്ഷകനെ കണ്ടുമുട്ടുക, തൻ്റെ രക്ഷകൻ്റെ സമീപത്തായിരിക്കുക, തൻ്റെ പാപങ്ങളെല്ലാം അവൻ്റെ കാൽപാദത്തിലേക്ക് സമർപ്പിക്കുക. അതിനുവേണ്ടി അവൾ കടന്നു വന്നു. അതുകൊണ്ട് തന്നെയാണ് ഫരിസേയനോട് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ആ ഉത്തമർണൻ്റെ ഉപമ പറയുന്നത്. 550 ദനാറ കടപ്പെട്ടിരുന്ന 2 വ്യക്തികൾക്കും ആ വ്യക്തി കടം ഇളച്ചു കൊടുത്തപ്പോൾ അവരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? പ്രിയമുള്ളവരെ, ഇവിടെ അവൻ പറയുന്ന ഉത്തരം എന്താണ്? ഏറ്റവും കൂടുതൽ ഇളവ് ചെയ്യപ്പെട്ട വ്യക്തി. പ്രിയമുള്ളവരെ, എന്നാൽ ആ സ്ത്രീയുടെ ജീവിതത്തിൽ മറ്റൊന്നും പ്രതീക്ഷിക്കാതെയാണ് അവൾ കടന്നു വന്നത്. ഇവിടെ
ആ 2 പേർ അവനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? തങ്ങളുടെ കടങ്ങൾ പൂർണ്ണമായും ഇളച്ചു തന്നതുകൊണ്ടാണ്. എന്നാൽ ആ സ്ത്രീയെ സംബന്ധിച്ച് അവൾ നേരെ യേശുവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. തനിക്കൊരു കേട്ടറിവുണ്ട്, യേശു ആരാണ്, യേശു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, യേശുവിലൂടെ തനിക്ക് എന്ത് ലഭിക്കും. ആ ഒരു കേട്ടറിവ് തൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കി മാറ്റുവാൻ ആഗ്രഹിച്ചവളാണവൾ. അതുകൊണ്ട് തന്നെ അവൾ യേശുവിൻ്റെ പാദത്തിലിരുന്ന് കരഞ്ഞപ്പോൾ കർത്താവ് അവളുടെ കരച്ചിൽ കേട്ടു. കർത്താവ് അവളുടെ ഹൃദയം കണ്ടു. കർത്താവ് അവളുടെ പാപങ്ങളെല്ലാം പൂർണ്ണമായും എടുത്തു മാറ്റി. പ്രിയമുള്ളവരെ, ഇവിടെയാണ് കർത്താവിൻ്റെ വലിയ കരുണ നമ്മൾ കാണുക. മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമായ ഒത്തിരിയേറെ സംഭവങ്ങൾ കർത്താവ് സുവിശേഷങ്ങളിലൂടെ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണ്? കർത്താവിൻ്റെ മുമ്പിൽ കരുണയാണ് നീതിയുടെ മാനദണ്ഡം. കരുണയോടെ കർത്താവ് നോക്കിക്കാണുന്ന ഓരോ വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ രക്ഷയുണ്ട് എന്ന് തിരിച്ചറിയുക. ഞാൻ നീതിപൂർവമല്ല ജീവിച്ചത് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായ അനുതാപത്തോടെ കർത്താവിനോടൊപ്പമായിരിക്കുവാൻ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ നമുക്ക് 1-ാം സ്ഥാനം തന്നെ ലഭിക്കും. കാരണം കർത്താവിൻ്റെ കരുണ അതാണ്. കർത്താവിൻ്റെ കരുണയുടെ മാനദണ്ഡവും അതാണ്. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ പാപാവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അതെല്ലാം സമർപ്പിക്കുക. കർത്താവിലാണ് നമുക്ക് രക്ഷയുള്ളത് എന്ന് തിരിച്ചറിയുക. ആ രക്ഷകൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക. ഒന്നും പിടിച്ചു വയ്ക്കാനല്ല, മറിച്ച് പൂർണ്ണമായി സമർപ്പിക്കാനാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുക. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നീ മാത്രം അനുഭവിക്കാനുള്ളതല്ല, മറിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അവനും നിൻ്റെ കൂടെ സഹിക്കുവാനുണ്ടാകും. അവിടെ നമ്മുടെ സഹനങ്ങൾ നമുക്ക് സഹനങ്ങളായിട്ട് തോന്നുകയില്ല, മറിച്ച് വളരെ എളുപ്പമുള്ള ഒന്നായിട്ട് മാറുമത്. പ്രിയമുള്ളവരെ, ആ ഒരു വിശ്വാസമാണ് നമുക്കും ഉണ്ടായിരിക്കേണ്ടത്. ഇന്ന് ഈ പാപിനിയായ സ്ത്രീ നമ്മളോട് പറയുന്നതും അതാണ്. നിൻ്റെ ജീവിതത്തിൽ നീ എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും, ആരെല്ലാം നിന്നെ അവഗണിച്ചാലും, മറ്റുള്ളവർ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമൂഹം തന്നെ നിനക്കെതിരായി നിൽക്കുന്നുണ്ടെങ്കിൽ നീ പേടിക്കേണ്ട കാര്യമില്ല. നീ നേരെ നിൻ്റെ രക്ഷകൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. നിൻ്റെ രക്ഷകൻ്റെ ആ പാദത്തിങ്കൽ ഇരുന്നു കൊണ്ട് നിന്നെ തന്നെ പൂർണ്ണമായും അവനെ തുറന്നു കാണിക്കുക. എൻ്റെ കർത്താവേ, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ ജീവിതം, ഇത് ഞാൻ പൂർണ്ണമായും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. ആ ഒരു പ്രാർത്ഥന മാത്രം മതി കർത്താവിൻ്റെ മുമ്പിൽ. തീർച്ചയായും കരുണാമയനായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും അവൻ്റെ രക്ഷയിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്യും. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്കൊരിക്കൽ കൂടി നന്ദി അർപ്പിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിൽ 2 തരം മനോഭാവങ്ങൾ മനുഷ്യർക്കുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഫരിസേയൻ്റെ മനോഭാവവും അതുപോലെ യേശുവിൻ്റെ മനോഭാവവും. ഫരിസേയൻ ആ പാപിനിയായ സ്ത്രീയെ അവളുടെ ആ ഒരു അവസ്ഥയെ കണ്ടുകൊണ്ടാണ് വിലയിരുത്തുന്നത്. എന്നാൽ യേശുനാഥൻ അവളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അവളുടെ അനുതാപത്തിൻ്റെ ജീവിതമാണ് അവൻ ശ്രദ്ധിച്ചത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളും ആദ്യത്തെ ഒരു ഗണത്തിലായിരിക്കും. മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വിലയിരുത്താറുണ്ട്. അതേസമയം അവരുടെ ആന്തരികമായ ഭാവത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. യേശു നമ്മോട് പറയുന്നത്, നിങ്ങൾ ശാരീരികമായ അതുപോലെ പുറമേയുള്ള ഭാവങ്ങളെ അല്ല, മറിച്ച് അവരുടെ ആന്തരികമായ ഭാവങ്ങളെയും നോക്കിക്കാണണം. അതനുസരിച്ച് അവരെ വിലയിരുത്തണം. അതോടൊപ്പം തന്നെ അവരോട് വേണ്ട അനുകമ്പ കാണിക്കണം. ഞാൻ ഇപ്രകാരമാണ് ചെയ്തത്, അതുപോലെ നിങ്ങളും ചെയ്യുക. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് പറഞ്ഞ കൽപ്പനകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് കർത്താവ് നമ്മളിൽ നിന്നും എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കൃത്യമായി നൽകിക്കൊണ്ട് നമുക്ക് കർത്താവിൻ്റേതായിട്ട് മാറുവാൻ പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് തലകുനിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,